എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ വർഷഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ Emperor, Page of Cups, Fool card, Knight of Swords, Six of Cups, King of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എംപറർ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ഏത് കാര്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ പ്രഗത്ഭരായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഞാൻ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് പ്രത്യേകിച്ച് ജോലിയാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലി അവർ വളരെയധികം സാമർഥ്യത്തോടു കൂടിയിട്ടും വളരെ കാര്യമായിട്ട് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ജോലിയിൽ അവർക്ക് മുന്നേറാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ജോലിയിൽ അവർ എക്സ്പേർട്ട് അല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സ്കില്ലില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഒരുപക്ഷെ പഠിച്ചത് അതായിരിക്കും, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ജോലിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു ഓർഡർ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി കിട്ടുന്നൊരു വർഷമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അത് പല തരത്തിലാവാം. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, മതപരമായിട്ട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതേപോലെ ചിന്താശേഷിയുമായിട്ട് ബന്ധപ്പെടുത്തി, നിങ്ങളുടെ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെടുത്തി, അതേപോലെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തി, ഇങ്ങനെയുള്ള ഏത് മേഖലയിലും ആവാം ഒരു നല്ലൊരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സംഘർഷം അനുഭവിച്ചിരുന്ന ആ മേഖലയിൽ നിങ്ങൾ മുന്നേറുന്ന ഒരു സമയമാണ്. ഒന്ന് ഇതിന് കാരണം, ഇപ്പോൾ അതായത് നിങ്ങളിപ്പോൾ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കരിയർ ആണെങ്കിൽ, ഒരു ഉദാഹരണം ഔദ്യോഗിക ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജോലി മാറുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സ്ട്രീം ഇന്ന ഒരു ഫീൽഡിലാണ് എങ്കിൽ ആ ഒരു ഫീൽഡ് നിങ്ങൾ മാറുന്നതായിരിക്കാം. നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും മാറ്റം വരുത്തുകയും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്നു എന്നുള്ളത് കാണിക്കുന്നു. ലൈഫ് ഏത് കാര്യത്തിലാണോ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഒത്തിരി ഒരു ഉയർച്ച ഉണ്ടാകുന്നു. കാരണം ഇവിടെ നിങ്ങൾ ജോലിയിൽ ഉയർച്ച ഇല്ലാതിരിക്കുന്നതും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും, ഇനി അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുന്നില്ല, ധൈര്യം, ആത്മവിശ്വാസമൊക്കെ കുറവ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു എനർജി, പേജ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഏത് കാര്യത്തിലാണോ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, ഇപ്പോൾ പേഴ്സണൽ ലൈഫിലെന്ന് പറയുമ്പോൾ കുടുംബജീവിതം, പ്രണയം, ചില ആളുകളെ സംബന്ധിച്ച് സോഷ്യൽ ലൈഫിലും ആവാം. അപ്പോൾ നിങ്ങൾ സമൂഹത്തോടുള്ള നിങ്ങളുടെ കടമകൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരാൽ അറിയപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ ഒരു വർഷം വരുന്നുണ്ട്. പേഴ്സണൽ ലൈഫിനെ, അതായത് പ്രണയം, കുടുംബജീവിതം എടുത്തു പറയുമ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലാകാനുള്ള സാധ്യത, പ്രപ്പോസൽസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. വിവാഹം കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച് മാരേജ് ആഗ്രഹിക്കുന്നവർക്ക് പ്രപ്പോസൽസ് ഒക്കെ വരികയും വിവാഹം കഴിയുകയും ചെയ്യുന്നൊരു വർഷമാണ്. വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, ഇപ്പോൾ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകളായി, അപ്പോൾ ആ ഒരു പുതുമോടിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു സ്ഥിരതയിലേക്ക്, ഒരു റുട്ടീൻ ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ആണ് എന്നൊരു തോന്നലിൽ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തു കിടക്കുകയാണ്. കാരണം ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരുന്നു, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഫാമിലിയിൽ മാറ്റങ്ങൾ വരുന്നു, സ്ഥിരം ഒരേ കാര്യം ചെയ്യാതെ യാത്രകൾ പോവുകയോ മറ്റെന്തെങ്കിലും ചില വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം കുറച്ച് ആക്റ്റീവായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും സംഭാഷണങ്ങൾ നിങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ അതായത് ഹസ്ബൻഡ് വൈഫോ പ്രണേതാക്കളോ ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് സാധ്യതകളുള്ള സമയമാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, മനസ്സ് കൂടുതൽ അടുക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ്. അത് വിവാഹം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ. ഫൂൾ കാർഡാണ് അടുത്തതായിട്ട്. ഈ നിങ്ങളുടെ വിശ്വാസം, അതിപ്പോൾ സ്പിരിച്വലോ റിലീജിയസോ, അതായത് മതപരമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ള എന്ത് തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും, ചില ആളുകളെ സംബന്ധിച്ച് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലും ഒക്കെയുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ ഒരു മാറ്റം വരുന്ന സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് പോലും അറിയില്ല. ചില ആളുകൾ നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ വിശ്വസിച്ചു, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിച്ചു പോന്നിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും അതിലൊരു വിശ്വാസം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അവരെന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വരികയാണ്. ശരിക്കും നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ഫിലോസഫി, ഇതൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതുവരെ അച്ഛനമ്മമാരെ പറഞ്ഞ ഒരു രീതിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ലോകം കാണാൻ തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ഫിലോസഫിയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല, പോസിറ്റീവായിട്ട് തന്നെ പല കാര്യങ്ങളും സ്വയം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പഠിക്കുന്നു. വീട്ടമ്മമാരെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് ഫേസിലൊക്കെ നിൽക്കുന്നവർ, റിട്ടയർ ആയിട്ടുള്ളവർ, അത് ഫാമിലിയിലിരിക്കുന്നത് പുറത്തേക്കൊന്നും അധികം, അതായത് പുറത്ത് പോയി ജോലി ചെയ്യുന്നില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസക്കുറവ് അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഹോബീസോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ സ്വയമേ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. അപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്നതായിട്ട്, പൊതുവേ നിങ്ങൾ ബന്ധം നിലനിർത്താൻ വേണ്ടി ചില ആളുകളായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ അതായത് വെറുതെ നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥത തരാതെ ചില റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ ബന്ധം നിലനിർത്താൻ കൂടെ നിൽക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആ വ്യക്തിയായിട്ടൊന്ന്, ചില ആളുടെ നെഗറ്റീവ് എനർജിയാണ്, അവരായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ഭയങ്കര ഇറിറ്റേറ്റഡ്, ദേഷ്യം, എന്തുകൊണ്ടെന്നറിയില്ലാത്തൊരു നെഗറ്റിവിറ്റി നിങ്ങളെ കാർന്നു തിന്നുന്നത്. അത് പല തരത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യവും ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് ഏറ്റവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. 6 ഓഫ് കപ്സ് എനർജി ഉണ്ട്. അപ്പോൾ ചില വിട്ടുപോയിട്ടുള്ള ചില ആളുകൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരോ ചില ബന്ധുക്കളോ അങ്ങനെയുള്ള റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ തിരിച്ചു വീണ്ടും ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ പിണങ്ങിപ്പോയവരായിരിക്കും, പക്ഷേ അവർ ഭയങ്കര ടോക്സിക് ആണെങ്കിൽ തിരിച്ച് അവരെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാല്യകാലത്തിൽ താമസിച്ചിരുന്ന ഇടങ്ങൾ, വേറൊരു ദൂര സ്ഥലത്താണ് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കൊച്ചിലെ താമസിച്ചിരുന്ന വീടോ അല്ലെങ്കിൽ സ്കൂള്, നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. റീയൂണിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം നിങ്ങൾക്ക് സംഭവിക്കാം. റീയൂണിയനിൽ നിങ്ങൾ ഭാഗമാകാൻ ഇതുവരെ പറ്റിയിട്ടില്ലാത്തവർ ഈ ഒരു വർഷം തീർച്ചയായിട്ടും അത് സാധ്യമാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്, ആ ഒരു എനർജി. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയൊരു സമയമാണ്, വിദേശത്തേക്ക് പോകാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ചില ഇടങ്ങളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, പോകാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സ്ഥലം നിങ്ങൾക്കുള്ളതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇടത്തേക്ക് മാറി ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. ചിലപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കില്ല നിങ്ങളുടെ
ഇനിയുള്ള ജീവിതം കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. നിങ്ങൾ ഇമോഷണലി നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.